ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ ഫാസില റിയാസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് അന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. ഒരു കുഞ്ഞു വീഡിയോ ആണ്. ഉള്ള വീഡിയോ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക, സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മുടെ എന്താ പറയുക, ഡെയിലി ഉള്ള ഒരു സംഭവങ്ങളാണല്ലോ ഇതൊക്കെ. പെണ്ണുങ്ങൾക്ക് രാവിലെ എണീച്ചാൽ പതിപോലെ ക്ലോക്ക് പോലെയാണ് നമ്മുടെയൊക്കെ ജീവിതം. എന്നും രാവിലെ അടുക്കളപ്പണി, അത് കഴിഞ്ഞ് അലക്കൽ, തുടക്കൽ, പാത്രം കഴുകൽ എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ജീവിതം നമ്മുടെ ഇങ്ങനെ മുന്നോട്ട് പോകില്ലേ. അപ്പോൾ ഞാൻ തുണിയൊക്കെ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. നാശ്ത ഇന്ന് സേമിയനായിട്ടാണ് ഉണ്ടാക്കിയെന്നും. പിന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇടാൻ വിട്ട് പോയപ്പോൾ വെയിൽ നല്ല അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരെയൊക്കെ കൊണ്ട് വിട്ട് വന്നിട്ട് തുണികളൊക്കെ ഒന്ന് തോരടാമെന്ന് വിചാരിച്ച്. അപ്പോൾ കുറച്ച് തുണികൾ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ ഉമ്മാൻ്റെയൊക്കെ. അപ്പോൾ ഞാൻ ഒരു അപ്പുറത്തെ അയയിലേക്ക് ഇട്ടിട്ട് പിന്നെ ഞാൻ എൻ്റെ തുണികൾ ഞാൻ ഇപ്പോൾ ഉള്ളിലിടുന്നില്ല, വെയിൽ കാണുമ്പോൾ പുറത്ത് തന്നെ ഇടുക കേട്ടോ. ഉള്ളിലിടും പുറത്തിടും, തോനെ ഉണ്ടാകുമല്ലോ തുണികൾ. അപ്പോൾ ഞാൻ ഒക്കെ ഒന്ന് തോരയിടുകയാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ടത്തെ ഇവിടേക്ക് അയൽ കെട്ടിയ അയൽ ഇങ്ങനെ തൊങ്ങി കിടക്കുക കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോക്ക് ഇത്തിരി സ്പീഡ് കൂട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്ത്തായിപ്പോൾ. അപ്പോൾ ഞാൻ എന്ത് കാട്ടി, ഒരു വടി കൊണ്ട് എടുത്തിട്ട് വന്നിട്ട് കുറച്ചൊന്ന് പൊക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഞാൻ പൊക്കി അങ്ങോട്ട് വെച്ചു. പിന്നെ ഇന്നലെ വല്യമാൻ്റെ അടുക്ക പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വരുമ്പോൾ കുറച്ച് മുരിങ്ങക്കായ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മുരിങ്ങക്കായ് ഇന്നും ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്നിപ്പോൾ തേങ്ങ അരച്ചിട്ട് നമുക്ക് പെറ്റൂട്ടാൻ വെക്കണ പോലെ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ അപ്പം ഇന്ന് വലിയ കറി വെക്കണ വലിയ പണിയൊന്നുമില്ല കേട്ടോ. പിന്നെ ഇന്നലത്തെ സാമ്പാറും ഉണ്ട് ഇത്തിരി. അപ്പോൾ അതിൽ കുറച്ചും കൂടി തേങ്ങ കൂട്ടിയിട്ട് കുറച്ചും കൂടി ഇതാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അയലിലൊരു വടി കുത്തി വെച്ചാൽ കേട്ടോ, ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതങ്ങനെ സെറ്റപ്പായി നിർത്തിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ നേരെ ഞാൻ അടുക്കളയിൽ കാട്ടാ പോകുക വന്നതും തുണിയൊക്കെ തോരട്ടിട്ട്. പിന്നെ അപ്പോൾ ഒക്കെ ഞാൻ വടി കുത്തി വെച്ചപ്പോൾ നല്ല ഇതിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല വെയിൽ കൊള്ളുകയും ചെയ്യും. പിന്നെ കുറച്ച് ഓലുണ്ട് ചൂലെടുക്കാൻ. അപ്പോൾ അത് ചൂലിങ്ങനെ എടുത്തോളും, ഒഴിവിട്ടുമ്പോൾ അങ്ങനെ എടുക്കും. പിന്നെ റിയാസ്ക വന്നിട്ടുണ്ട് കേട്ടോ ചോറ് കഴിക്കാൻ. അപ്പോൾ റിയാസ്ക വന്നപ്പോൾ റിയാസ്കാക്ക് ചോറ് കൊടുക്കണം. പിന്നെ അപ്പോൾ കുറച്ച് മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മീൻ ഉമ്മക്ക് മുളക് കറി വെക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ മീൻ കുറച്ച് കുട്ടികൾക്ക് പൊരിക്കുകയും ചെയ്ത് മുളക് കറിയും വെച്ചു. പിന്നെ അപ്പോൾ മുരിങ്ങക്കായിനെ തേങ്ങയും ജീരകമൊക്കെ അരച്ചിട്ട് പെറ്റൂട്ടാൻ പോലെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് തേങ്ങ നമ്മുടെ ചാറ്റിലേക്കും ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് എളുപ്പപ്പണിയാണ്. അപ്പോൾ അങ്ങനെ മുരിങ്ങക്കായ് പെറ്റൂട്ടാൻ വെച്ചാൽ നല്ല ടേസ്റ്റ് കേട്ടോ. പിന്നെ ഇന്നലത്തെ കുറച്ച് സാമ്പാറുണ്ടായിരുന്നില്ലേ, അതിൽ കൂടെ കുറച്ച് തേങ്ങയും കൂടി കൂട്ടിയിട്ട് കുറച്ചും കൂടി ഒന്ന് നീട്ടിയിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്കപ്പോൾ പരിപ്പിച്ചാറാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഉരുളക്കിഴങ്ങ് മുരിങ്ങക്കായൊക്കെ ഇട്ട് ഇന്നലത്തെ സാമ്പാറാണ് കേട്ടോ. അപ്പോൾ അതിൽ കൂടെ കുറച്ച് തേങ്ങയും കൂടി കൂട്ടിയിട്ട് കറിയാക്കാം. പിന്നെ മീനും പൊരിച്ചതുണ്ടല്ലോ, കുട്ടികൾക്ക് അത് മതി എന്ന് വിചാരിച്ചു. പിന്നെ റിയാസ്കാക്ക് മുരിങ്ങക്കായ് ഉപ്പേരി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് റിയാസ്കാക്കും മീനിനോട് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. പിന്നെ അടുക്കളൊക്കെ പണി കഴിഞ്ഞപ്പോൾ ഗ്യാസ് സ്റ്റവൊക്കെ ഒന്ന് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ റിയാസ്ക വന്നത് റിയാസ്കാക്ക് ചോറ് കൊടുത്ത് പിന്നെ ഞാനും ഇനിയിപ്പോൾ 2 മണിയാകുമ്പോഴത്തേക്ക് ഫാത്തിമ കുട്ടീനെ വിളിക്കാൻ പോകാൻ സമയമാവും കേട്ടോ. അപ്പോൾ ഇതിനും ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ മീനും ഒന്ന് മൂടി വെച്ചിട്ട് അങ്ങനെ പൊരിച്ചെടുക്കാം കേട്ടോ. പിന്നെ പണിയൊന്നുമില്ല. പിന്നെ പോയി നിസ്കരിക്കുക തന്നെ. നിസ്കാരം കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞതും ഫാത്തിമ കുട്ടീനെ വിളിക്കാൻ പോകും. പിന്നെ അപ്പുറത്ത് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ചൂല് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഉമ്മക്ക് മീൻ വേണമെന്ന് പറഞ്ഞപ്പോൾ 1 കിലോ മീൻ വാങ്ങി മുളക് വറ്റിച്ചാട്ടോ. അത് പിന്നെ ഞാൻ ഇതിൽ പരിപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. പരിപ്പ് ഞാൻ ഇന്നലെ കാണിച്ചിട്ടുണ്ട് കൊട്ടുന്നത് സാമ്പാറിൽ പരിപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫാത്തിമാനെ വിളിച്ചിട്ട് വന്നു കേട്ടോ. അങ്ങോട്ട് സ്കൂളിൽ നിന്ന് വിട്ട് വന്നു. പക്ഷേ വന്ന് കുറച്ച് നേരം കഴിഞ്ഞത് ഞാൻ അപ്പോൾ ഇത്തിരി നേരം ലൈവ് ഇടാമെന്ന് വിചാരിച്ചിട്ട് ലൈവ് ഇടാൻ നിന്നു. ലൈവ് ഇട്ട് ഫസ്റ്റൊക്കെ കമൻറ്റ് വന്നു കേട്ടോ. പിന്നെ കമൻറ്റ് വരുന്നില്ല, എന്താ പറ്റിയെന്ന് അറിയില്ല. അത് ചില സമയത്ത് അങ്ങനെയാണ്. ലൈവ് ഇട്ടാലും നിങ്ങൾ കമൻറ്റ് ഇടുന്നുണ്ടാവും, പക്ഷേ അതെനിക്ക് കാണുന്നില്ല, വരുന്നില്ല. ഇനി എന്തുകൊണ്ടാണെന്നുള്ളത് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ വേഗം ലൈവ് കട്ടാക്കിയത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ കുറേ നേരം ലൈവ് ഇരിക്കണം എന്ന് വിചാരിച്ചതായിരുന്നു. പിന്നെ ലൈവിൽ ആൾ കുറവും ഒക്കെയാണ്, ആയതുകൊണ്ട് ഞാൻ പിന്നെ ലൈവ് വന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ അതന്നെ ഉള്ളൂ.
അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ലൈവ് ഇത്തിരി നേരം വരാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ വന്ന് കുറേ നേരം സംസാരിക്കാനൊക്കെ നിങ്ങളോടൊന്ന് സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് വന്നാൽ ആരുമില്ല. കുറച്ച് അറിയണ പേര് മാത്രം ലൈവിൽ വന്നുള്ളൂ. പിന്നെ ആ അറിയണ കുറച്ച് വന്നവരുടെ അടുത്ത് സംസാരിക്കാമെന്ന് വിചാരിച്ചപ്പോൾ കമൻ്റ് ഒന്നും വരുന്നില്ല. കമൻറ്റ് വന്നാലേ നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റുള്ളൂ. നോക്കുമ്പോൾ കമൻറ്റ് ഇടുന്നുണ്ട് അവർ, പക്ഷെ എനിക്കത് വരുന്നില്ല. അതെന്താണെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഒന്ന് നോക്കട്ടെ. ഇപ്പോൾ കുറേ ആയിട്ട് ലൈവ് ഇടാത്തത് കൊണ്ട് ഇട്ടിട്ട് അതുകൊണ്ടാണെന്ന് തോന്നുന്നു, എന്താ അറിയില്ല. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ അത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഡെയിലി ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായിട്ട് ഇങ്ങനെ ഞാൻ വരും. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. എൻ്റെ പാവപ്പെട്ട എൻ്റെ ഈ കുഞ്ഞു പൊട്ട എന്താ പറയുക, ഇതൊക്കെ നമ്മുടെയൊക്കെ എന്താ പറയുക, നമ്മൾ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ ജീവിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതിന് മുമ്പൊന്നും നമുക്കൊരു ജീവിതം അല്ലായിരുന്നു, ശരിക്കുള്ളൊരു ജീവിതം. ഇപ്പം എല്ലാം അങ്ങനെ തുടങ്ങി വരുന്നുള്ളൂ. അപ്പോൾ ഈ പാവപ്പെട്ടവളുടെ ഈ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുള്ള വീഡിയോ നിങ്ങൾ എല്ലാവരും കാണുക. അപ്പോൾ എല്ലാവരും ഫ്രണ്ട്സുകൾക്കും ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് കഴിഞ്ഞ ശേഷം എല്ലാവരും ലൈക്ക് അടിക്കുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് പറയുക, ഇനിയിപ്പോൾ എന്താണ് ഒഴിവുള്ള സമയങ്ങളിലൊക്കെ കാണുക, വീഡിയോ കാണുക, ഷെയർ ചെയ്ത് കൊടുക്കുക, ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ കുഞ്ഞു കുഞ്ഞു ഇങ്ങനെയുള്ള ജീവിതങ്ങൾ കാണാൻ ഇഷ്ടമുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരിലേക്കൊന്നൊക്കെ എത്തിക്കുക. പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് ലൈക്കൊക്കെ കൊടുക്കുക കേട്ടോ. നമ്മുടെ ഇതിൽ കൂടുതലൊന്നും പറയാൻ എനിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കുഞ്ഞു പൊട്ട വീഡിയോ കാണാൻ ആരാ ഉണ്ടാവുക എന്ന് വിചാരിച്ച സമയത്ത് ഇങ്ങനെ തോന്നിപ്പോകും. അപ്പോൾ നമ്മളെ പോലുള്ള പാവങ്ങളുടെ വീഡിയോ കാണാൻ ഇഷ്ടമുള്ള ആളുകൾ ഉണ്ടാവും. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ വീഡിയോ എടുക്കുന്നുണ്ട്, ഇടുന്നുണ്ട്. ഇതിൽ കൂടുതൽ ഇനി എന്താ ചെയ്യാന്ന് എനിക്കറിയില്ല. അറിയണ പോലെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ കുഞ്ഞ് പാവപ്പെട്ട എൻ്റെ കുഞ്ഞ് ഫാമിലി വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവരെല്ലാവരും നമ്മുടെ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഡെയിലി ഇല്ലെങ്കിലും എനിക്കാവും പോലെ ഞാൻ വീഡിയോ എടുത്ത് ഇടും കേട്ടോ. ഡെയിലി വ്ളോഗെന്ന് ഞാൻ പറയണില്ല, നമ്മുടെ അന്നുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ. അതിൽ ചില സമയത്ത് വീഡിയോ ഇടാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും, പനി അങ്ങനെയുള്ള കാരണങ്ങളാൽ ഇടാൻ പറ്റൂല. അപ്പോൾ ഇടുന്ന സമയത്ത് നിങ്ങളെല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ പിന്നെ ഒരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അസ്സലാമു അലൈക്കും, താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പം നിങ്ങളോടൊന്ന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കേട്ടോ. നമ്മുടെ ഈ കുഞ്ഞു പൊട്ട വീഡിയോ കാണാനും നിങ്ങൾക്ക് എന്താ ഒരു മനസ്സുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടെങ്കിലും നമുക്ക് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.